നമ്മുടെ അലിയാർ കാസിമി ഉസ്താദിനെ അറിയുമല്ലോ. ആയിഷയുടെ പ്രായം 6 വയസ്സിൽ നിന്ന് 10 വയസ്സാക്കുന്നില്ലെങ്കിൽ നമ്മളെയൊക്കെ ഭൂമുഖത്ത് അവശേഷിപ്പിക്കില്ല എന്ന് വലിയ വീരവാദം മുഴക്കിയ ആ തലവട്ട് ഉസ്താദിനെ പ്രതിരോധിച്ചുകൊണ്ട് മുഹമ്മദ് ഈസ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ തക്കിയ അൽ സ്പൂൺ പെരുമ്പാവൂർ ഒരു പുതിയ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അനിൽ കൊടിത്തോട്ടം യാതൊരുവിധ പ്രശ്നവുമില്ലാതിരിക്കെ ബഹുമാനനായ ഈ ഉസ്താദ് നമ്മുടെ തലവെട്ട് ഉസ്താദിന് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്? അദ്ദേഹം പള്ളിയിൽ ചെയ്തൊരു പ്രസംഗമല്ലേ, അത് പള്ളിക്കകത്ത് തീരേണ്ട കാര്യമല്ലേ? മാത്രമല്ല, അദ്ദേഹം ക്രൈസ്തവരെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള ഒരപലപിക്കൽ വിശ്വാസികൾക്കിടയിൽ നടത്തുകയാണ്. അതിലെന്തിന് അനിൽ കൊടിത്തോട്ടം ഇടപെടണം? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ചോദിക്കാനുള്ളതാണ്. വെറുതെ ഇരുന്ന ക്രൈസ്തവരെ ചൊറിഞ്ഞ് പണി വാങ്ങുന്നത്, അങ്ങനെ ഇസ്ലാമിനെ നാറ്റിച്ചത്, ഏറ്റവും അധികം ഇടപാട് നടത്തിയ മുഹമ്മദ് ഈസയാണ് ഇപ്പോൾ ഈ കരയുന്നത്. ഞാനെന്തിനാണ് ഇടപെട്ടതെന്ന് പറയാം. അലിയാർ കാസിമി പറയുന്ന ആ വിമർശനം മുകേഷിനെതിരെയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പറയുന്ന ആർക്കുമെതിരെയുള്ള വിമർശനം ഉന്നയിക്കാൻ അലിയാർ കാസിമിക്കെന്നല്ല, യഥാർത്ഥത്തിൽ മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരാൾക്കും സാധിക്കില്ല എന്ന് പറയാൻ എൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു വീഡിയോയെ ആസ്പദമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ മുഹമ്മദ് ഈസ ആകെ സങ്കടപ്പെട്ട് ഒരു പുതിയ തക്കിയ വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ അൽ തക്കിയ എന്താ പ്രശ്നം പറയൂ. ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ ഞാൻ അനിലിനോട് ചോദിക്കുകയും അതിന് മറുപടി പറഞ്ഞ് വലിയ കുഴപ്പത്തിലായ അനിൽ ഇപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങളും ഓടി നടന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ബഹുമാനായ പണ്ഡിത സുഹൃത്ത് അലിയാർ കാസിമി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ പള്ളിയിൽ വെച്ച് വിശ്വാസികൾക്ക് നൽകുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ എവിടെയും ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അദ്ദേഹം പരാമർശിക്കുന്നില്ലെങ്കിലും മോങ്ങാനിരുന്ന സമയത്ത് തലയിൽ തേങ്ങ വീണ് കിട്ടി എന്ന മട്ടിൽ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം ചാടി ഈ വിഷയത്തിൽ വീഴുകയും അതിനകത്ത് ചില ഇസ്ലാം വിമർശനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇവിടെ അനിൽ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് പോലെ ബലാത്സംഗമോ അല്ലെങ്കിൽ വ്യഭിചാരമോ അത് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ നടത്തുന്ന ലൈംഗിക പ്രവർത്തികളെ ഒന്നും തന്നെ വിമർശിക്കാൻ മുസ്ലിം സമുദായത്തിന് യാതൊരു അർഹതയില്ല. കാരണം ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൽ ഇതെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന മട്ടിലാണ് ഈ അനിൽ പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ഇയാളുടെ വിമർശനം പ്രവാചക വിമർശനം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ബൈബിളിനെയും ഇദ്ദേഹത്തിൻ്റെ സാക്ഷാൽ നേതാവായിട്ടുള്ള യേശുവിനെ കൂടി തള്ളിക്കളയുന്ന രൂപത്തിലുള്ളതാണ്. അങ്ങനെ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് സമ്മതിച്ചല്ലോ, വലിയ കാര്യം. പറഞ്ഞ് ഞാൻ കുഴപ്പത്തിലായിരുന്നു. ഒരു കുഴപ്പത്തിലും ആകാനില്ല. അങ്ങനെ കുഴപ്പത്തിലാകാൻ എൻ്റെ നാഥൻ, എൻ്റെ രക്ഷകൻ എന്നെ കുഴപ്പത്തിലാക്കുന്ന ആളല്ല. അദ്ദേഹത്തെപ്പറ്റി സ്വരം താഴ്ത്തിയോ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയോ ഞങ്ങൾ കുളിച്ചോടേണ്ട ഒരു ഗതികേടും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചിട്ടില്ല, മുത്തശ്ശിയുടെ പ്രായമുള്ള സ്ത്രീയെ ഭാര്യയാക്കിയിട്ടില്ല, ഇളയ പെങ്ങന്മാരെ പോലെ കാണേണ്ട സഹോദരിമാരടുത്ത് എന്ന് തോളിൽ കൈവച്ചിട്ട് ശരീരദാനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്തരത്തിൽ വാഹനം വഴിതെറ്റിച്ച് ഓടിച്ച ശിഷ്യന്മാരാരും അദ്ദേഹത്തിനില്ല. ഇങ്ങനെ അശ്ലീലങ്ങളുടെ പരമ്പരയിൽ മുഴുകിക്കഴിയാത്ത ഒരു നാഥൻ എനിക്കുള്ളത് കൊണ്ട് ഞാനെന്തിനാണ് കുഴപ്പത്തിലാവുന്നത്? ഞാൻ പറഞ്ഞവയിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരം വന്നില്ലെന്നാണ്. ആയാലും വന്നു എന്നായല്ലോ, പിന്നെ അതിനകത്ത് വരുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഉത്തരം വന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും അതങ്ങ് അംഗീകരിച്ചുകൂടെ? ഉത്തരം വന്നു, ഉത്തരം പറഞ്ഞു കുഴപ്പത്തിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അവസരവാദപരമായ നയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ വീഡിയോ നീണ്ടുപോകും. ഇദ്ദേഹം ഇങ്ങനെ കുറേ വസ്തുതകൾ ഇങ്ങനെ പറഞ്ഞ് അണികളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയെല്ലാം അണികൾ നല്ല കമൻ്റ് ഇടുന്നുണ്ട്. ആ കമൻ്റ് രസകരമാണ്. പൗലോസിന് തെറ്റുപറ്റി അനിൽ കൊടിത്തോട്ടം, പത്രോസിന് തെറ്റുപറ്റി അനിൽ കൊടിത്തോട്ടം. സാറേ, അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ലേ. ബർണബാസിന് തെറ്റുപറ്റി, അത് ഒരു നന്മയല്ലേ സാറേ? ഒരു മനുഷ്യന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സേവിക്കുന്ന ദൈവമോ ദൈവവചനമോ ആ തെറ്റ് ഓർമ്മപ്പെടുത്തുകയും അയാൾ തെറ്റുതിരുത്തി പശ്ചാത്താപ വിവശനായി വരുമ്പോൾ അയാളോട് ക്ഷമിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമല്ലേ?
അതിന് പകരം കാണിക്കാവുന്ന വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചു. ഇനി ഒരു വൃത്തികേട് കാണിക്കാനേ ഇല്ലാത്ത ഒരുവനെ മഹാരഥനെന്ന് വാഴ്ത്തിപ്പാടിയിട്ട് നിങ്ങളല്ലേ തെറ്റ് തിരുത്താത്തേ? അതിനിപ്പം ഞങ്ങളെന്ത് പിഴച്ചു? ഉലകത്തിൽ ഒരു നന്മയും ആർക്കും പറയാൻ കഴിയാത്ത ഒരാളെ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഇങ്ങേരുടെ നന്മ നിങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ പൊന്നു സാറേ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയൽക്കൂടത്തോടം കുഴപ്പത്തിലായില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് ഈസയുടെ മാതാപിതാക്കളും കുടുംബം ഒക്കെ സംബന്ധിക്കുന്ന ചർച്ചക്കോടിൻ്റെ മൂളക്കുഴയിൽ നിയുക്ത ഓവർസിയർ സ്ഥാനമേൽക്കുകയും പഴയ ഓവർസിയർ അതിൻ്റെ അധികാരി അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് 7 രാജ്യങ്ങളുടെ ചുമതലക്കാരനായി വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ടായി ഉയരുകയും ചെയ്ത സ്ഥലത്ത് പ്രധാന പ്രസംഗകൻ ഈ പാവപ്പെട്ട അനിൽ കൊടുത്തോട്ടമായിരുന്നു. കുഴപ്പത്തിലായെങ്കിൽ അങ്ങയുടെ കുടുംബസ്ഥർ കൂടി കൂടുന്ന ഒരു ചർച്ചിൽ, ഒരു മഹാപ്രസ്ഥാനത്തിൽ, 192 രാജ്യങ്ങളിലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകത്തിൽ എന്നെ മുഖ്യപ്രസംഗനായിട്ട് വിളിക്കുമോ? അപ്പോൾ മുഹമ്മദ് ഈസ ചുമ്മാ ഈ കീർവാണം തട്ടിവിടുമ്പോൾ അത് ഞങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഒരു സാധാരണ തോന്നലെങ്കിലും ഉണ്ടാകത്തക്ക തൊലിക്കെട്ടി അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏതായാലും അദ്ദേഹം ഞാൻ എന്തൊക്കെയോ ഗുരുതരമായ കുഴപ്പം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ആദ്യം നമുക്ക് ഇയാളുടെ ഈ വിമർശനം നമുക്കൊന്ന് കേട്ടുന്നു. ഈ സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയോടൊപ്പം ഒരാൾ ശയിച്ചാൽ അതിനെന്ത് പേരാണ് പറയുക? ഇത്രയും ധാർമ്മിക ബോധമുള്ള ഈ ഉസ്താദന്മാർ ഇങ്ങനെ ഒരാളിനെ റോൾ മോഡലായി കാണുകയും മുകേഷിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇസ്ലാമിനെ ശരിയായ സ്രോതസ്സിൽ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ അനുധാവനം ചെയ്യുന്ന ഇത്തരത്തിലെ തലപ്പാവുകാർ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സിനിമാ മേഖലയിലോ ലോകത്തെവിടെയും നടക്കുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കാൻ എന്ത് അതോറിറ്റി, എന്ത് ആധികാരികത? 23-ാം അധ്യായം 6-ാം വാക്യം, 6-ാമത് വചനം അല്ലെങ്കിൽ ആയത്ത്. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ അവർ ആക്ഷേപാർഹരല്ല. എന്ന് വെച്ചാൽ അടിമ സ്ത്രീയോടൊപ്പം അവരുടെ ശരീരം പങ്കിടുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ച ഒരു മാന്യൻ്റെ പേരല്ല ഈ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ്, ആര് വായിക്കൊള്ളട്ടെ. കളവ് പറയുന്നതിന് വേണ്ടി മാത്രം വാതുറക്കുന്ന അനിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തിയിരിക്കുന്ന തട്ടിപ്പോ കളവോ മസാലയോ ഒന്നും തന്നെ പുതിയ കാര്യങ്ങളല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് സ്വഭാവമാണ്. ഇവിടെ ആശാൻ പറയുന്നത്, ഞാൻ പതിവ് പോലെ കുറേ കള്ളങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കള്ളമെങ്കിലും ഒന്ന് പറയാമോ? ഒരു കള്ളം. ഞാൻ ഉദ്ധരിച്ച കാര്യങ്ങളെന്താ? മുഹമ്മദ് മുൻപ് വീഡിയോകളെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാം മുഹമ്മദിനെ സ്നേഹിക്കുമ്പോൾ മുഹമ്മദ് പെണ്ണിനെയും അത്തറിനെയും സ്നേഹിച്ച ആളായിരുന്നു. കള്ളമാണോ? ആണെന്ന് പറ മുഹമ്മദ് ഈസ. മുഹമ്മദ് 53 വയസ്സുള്ളപ്പോൾ താൻ കുഞ്ഞായി കാണേണ്ട 6 വയസ്സുകാരിയെ വിവാഹം കഴിക്കുകയും 9-ാം വയസ്സിൽ അവളോട് ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുഹമ്മദിന് 56 വയസ്സ്. കള്ളമാണോ? മുഹമ്മദ് അടിമസ്ത്രീയുടെ സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് അടിമസ്ത്രീയെ പ്രാപിച്ചിട്ടുണ്ട്. കള്ളമാണോ? മുഹമ്മദ് ഒരേ സമയത്ത് 6 വയസ്സുകാരെയും 65 വയസ്സുകാരെയും ഇടത്തരക്കാരെയും ഒന്നുപോലെ ഭാര്യയാക്കി വച്ചിട്ടുണ്ട്. മുഹമ്മദ് അടിമക്കച്ചവടത്തെയും അടിമയെ വാങ്ങുന്നതിനെയും അടിമ സ്ത്രീകളെ ഭോഗിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് താൽക്കാലിക കല്യാണം അനുവദിച്ചിട്ടുണ്ട്. അത് ഉമർ വന്ന് റദ്ദാക്കുന്നതൊക്കെ ഉണ്ട്. മുഹമ്മദ് ഒരാളെ സഹോദരിയായോ അമ്മയായിട്ടൊക്കെ കാണാൻ, വിവാഹബന്ധം നിഷേധിക്കത്തക്ക വിധത്തിലായിത്തീരാൻ, സ്ത്രീകളുടെ മുല കുടിക്കാൻ, മുല കൊടുക്കാൻ സ്ത്രീകളോട് പറഞ്ഞ് കള്ളച്ചിരിയോടുകൂടി അനുവദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആധുനിക മാനവ സമൂഹം മ്ലേച്ഛമായി കരുതുന്ന ഇത്യാദി കാര്യങ്ങൾ മുഹമ്മദ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന എൻ്റെ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ മുഹമ്മദ് ഈസയുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫഹദ് പുരയിൽ വന്നൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അനിൽക്കുടത്തോട്ടം പതിവ് പോലെ എന്തൊക്കെയോ വാചകമടിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. വാചക കസർത്ത് നടത്തുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പൗലോസിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും
എത്തിക്സ് അത് ചർച്ച ചെയ്യാമോ, മുഹമ്മദ് ഈസ അതിന് തയ്യാറാണെന്നൊക്കെ ഒരു കമൻ്റ് ഇട്ടിട്ട് പോയതാണ്. ഇന്ന് വരെ മറുപടി ഉണ്ടായിട്ടില്ല. ഈ പാവം ഭഗവതപുരയിലൊക്കെ കൊണ്ട് മുഹമ്മദ് ഈസയെ കൊണ്ട് ചാടിക്കുമെന്ന് മുഹമ്മദ് ഈസയ്ക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും വഴിപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എത്തിക്സ് ഞങ്ങളോട് ദയവായിട്ട് പറയരുത്. ഞാനൊരു നുണയും മുഹമ്മദിനെ പറ്റി പറഞ്ഞിട്ടുമില്ല, പറയാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. സത്യമുണ്ടല്ലോ പറയാൻ, സത്യം മാത്രമേ പറയൂ. ഇനി ഇസ്ലാമിക ലോകത്തിലെ രണ്ട് മുഹമ്മദ് ഈസയെ പോലെ അദ്ദേഹത്തിൻ്റെ ചില മുൻകാല സ്നേഹിതർ ഒരാളെ കള്ളനായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈസ എന്ന് കേട്ടോളൂ, ഇതാരെപ്പറ്റിയാണെന്ന് അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞു. അദ്ദേഹം പെരുമ്പാവൂർ ഈസാണല്ലോ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹം കോഴിക്കോട് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ അതേ ആവർത്തനം. അതിനു മുമ്പ് ലേണേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞതിൻ്റെ ആവർത്തനം. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുള്ള ചില കള്ളങ്ങൾ, ഇത് കള്ളങ്ങളാണെന്ന് പറയാൻ തന്നെ നമുക്ക് ജാള്യത വരുന്നു. കാരണം ഒരാളിങ്ങനെ കളവ് പറയണ എത്രത്തോളം പറയും. ഇയാളിനെ മുഹമ്മദ് ഈസയ്ക്ക് മനസ്സിലായല്ലേ ഈ പറയുന്നല്ലേ, ബഷീർ പാനായിക്കുളമൊക്കെ ആരെക്കുറിച്ച് പറയുന്നു എന്ന് ഷാജഹാനും ഒക്കെ പറയുന്നത് ആരെ പറ്റിയാണെന്ന് താങ്കളോട് വിശദീകരിക്കണോ? നിങ്ങളെല്ലാം പണ്ടൊരുമിച്ച് വാട്സാപ്പ് ഗ്രൂപ്പും ഭയങ്കര സഹപ്രവർത്തകരൊക്കെ ആയിരുന്നില്ലേ? നിങ്ങൾ നുണ പറയുമെന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ പറയുന്ന ക്ലിപ്പാണ് നിങ്ങൾ ഈ കണ്ടത്, മനസ്സിലായോ? എന്നിട്ടാണ് മുഹമ്മദിനെ ന്യായീകരിക്കാൻ വന്ന് ഞങ്ങൾ കള്ളം പറയുന്നു എന്ന രൂപേണ താങ്കൾ ഈ സംസാരിക്കുന്നത്. ഇനി ഇദ്ദേഹം എന്നെപ്പറ്റി പറയുന്ന മറ്റൊരാശയമോ എൻ്റെ എന്തോ കൃത്രിമം അദ്ദേഹം കയ്യോടെ പൊക്കി. ഇങ്ങനെ മുമ്പും കൃത്രിമം കയ്യോടെ പൊക്കി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹദീസിൻ്റെ നമ്പർ തെറ്റിപ്പോയതൊക്കെ കൃത്രിമം. എന്നാൽ ഈ സംഭവം തെറ്റാണെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നല്ല പറയുന്നത്. ഹദീസിൻ്റെ നമ്പർ തെറ്റിപ്പോയി, കൃത്രിമം കയ്യോടെ പൊക്കി, എവിടെയോ വന്ന ആ വാദഗതി ഞാൻ എടുത്തിടുകയായിരുന്നു, ക്രോസ് ചെക്ക് ചെയ്തില്ല. ഇതുകൊണ്ട് സംഭവമല്ലാതായി തീരുവോ? ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് നീ നിൻ്റെ ശരീരം എനിക്ക് സമർപ്പിച്ചു കൊടുക്കുക, പോടാങ്ങാടിച്ചെക്കാന്ന് കൊച്ചു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹദീസ് പറയുമ്പോൾ ആ ഹദീസ് ഏതെങ്കിലും നമ്പർ തെറ്റിയാലുടൻ കള്ളം പറയുന്നു എന്നതിന് അർത്ഥമുണ്ടോ സാറേ? നിങ്ങൾ പറയേണ്ടത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ, ആക്കമുണ്ടോ? അതില്ലല്ലോ. ശരി, പുതുതായിട്ടെന്തോ പറയുന്നു, ഞാൻ കൃത്രിമം കാട്ടി. എന്ത് കൃത്രിമം ഒന്ന് പറഞ്ഞേ. ഇവിടെ അനിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അനിൽ പറയുന്നത്, ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ വിരിപ്പിലേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവരുന്നത് ധാർമ്മികമാണോ? ഈ വിമർശനം ഉന്നയിച്ച അനിലിന് തന്നെ അറിയാം തൻ്റെ വാദത്തിൽ യാതൊരു കഴമ്പുമില്ല. കാരണം മാരിയ ബീവി എന്ന് പറയുന്നത് പ്രവാചകന്റെ അടിമ ഭാര്യയാണ്, അതൊരു വേലക്കാരിയല്ല. ഓ, ഇതായിരുന്നു സംഭവം. അതായത് ഞാനെന്തോ തെറ്റായ വിധത്തിൽ പറഞ്ഞു. അപ്പോൾ അടിമ സ്ത്രീ അല്ല, പിന്നെ അത് ആരാണ്? ഹഫ്സ ബീവിയുടെ അഭാവത്തിൽ പ്രവാചകൻ തൻ്റെ അടിമ ഭാര്യയായിട്ടുള്ള മാരിയ ബീവി, അടിമ ഭാര്യ. അപ്പോൾ അടിമ സ്ത്രീയല്ല, അത് പിന്നെന്തുവാ? അടിമ ഭാര്യ. അപ്പോൾ അടിമ ഭാര്യയ്ക്ക് വേലക്കാരി എന്ന് പറഞ്ഞു കൂടെ? അടിമയുടെ ജോലി എന്താ സാറേ? ഹൃദയം പറയുന്നത് വേലക്കാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഈ ഓഫീസിലൊക്കെ നിൽക്കുന്ന പോലെ ഉള്ള ഒരാളാണ്, അല്ലെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാൾ. അങ്ങനെ അല്ല അന്ന്, അങ്ങനെയുള്ള ഏർപ്പാടല്ല അന്ന് നടക്കുന്നത്. നമ്മളിന്നൊരാളെ സെർവൻ്റായിട്ട് വീട്ടിലെടുക്കുന്ന പോലെ അല്ല സാർ, ഇവർ അടിമകൾ തന്നെയാണ്. താങ്കൾക്കതറിയാം. എന്നിട്ട് പറയാം അനിൽ കൊടുത്തോട്ടത്തിൽ ഇതറിയാം, പക്ഷേ പുള്ളി എനിക്കറിയാം അവിടെ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണത്. അപ്പോൾ ആ സ്ത്രീയോട് ഇദ്ദേഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതൊക്കെ ഞാൻ ക്രമേണ പറയാം. ആദ്യം താങ്കൾ പറഞ്ഞെന്താണെന്നറിയണ്ടേ, ഇത് അടിമ ഭാര്യ. നമുക്ക് ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉണ്ടല്ലോ, താങ്കളുടെ സുഹൃത്തെ, താങ്കളും അദ്ദേഹം കൂടെ ഒരുമിച്ച് പണ്ടൊരു ഡിബേറ്റ് വന്നതും അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നെ വഴി പിരിഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നല്ല ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പം മദനി സാഹിബേ, ഇദ്ദേഹം പറഞ്ഞാണോ ശരി, അതോ ഞാൻ പറഞ്ഞാണോ? ആരായിരുന്നു സത്യത്തിൽ ഈ മാരിയത്തുൽ കിൽബി? ആരായിരുന്നു പറയും? ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇനി മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞു. ഹഫ്സ ബീവിയുടെ അഭാവത്തിൽ പ്രവാചകൻ തന്റെ അടിമ ഭാര്യയായിട്ടുള്ള മാരിയ ബീവി, ഇനി മദനി എന്ന് പറഞ്ഞു. തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. ഇനി ഇവർ രണ്ടുമല്ലാത്ത മൂന്നാമതൊരു ഉസ്താദിനെ കൊണ്ട് നമുക്കൊന്നുകൂടെ പറയിപ്പിക്കാം. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. മനസ്സിലായോ? കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായോ? ആരാണ് കൃത്രിമം ഉണ്ടാക്കിയത്? ആരാണ് കള്ളം പറഞ്ഞത്? നിങ്ങൾ പറ. ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ മഹോന്നതൻ ഇറങ്ങിയിട്ട് പാവം മുഹമ്മദ് ഈസ ഓർത്തില്ല ഇങ്ങനെയൊക്കെ ഒരു കാലം വരുമെന്ന്. മുഹമ്മദ് ഈസ
നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അനിൽക്കുടത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനുമൊക്കെ ഹിന്ദു മാർഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നവരാണ്, തിരുവട്ടാ കൃഷ്ണൻകുട്ടി. അതുകൊണ്ട് അവർക്ക് പഴയ നിയമമൊന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ പണ്ട് നേരെ യേശുവിൻ്റെ വചനം പഠിപ്പിച്ചിട്ട് ഇവരെ അങ്ങനെ അങ്ങ് ആക്കും. അപ്പോൾ പഴയ നിയമത്തിലെ ഗതി ഞങ്ങൾക്കാർക്കും മലയാളം അറിയില്ലേ സാറേ? സാറിനോളം അറിവൊന്നും ഇല്ലെങ്കിൽ, സാർ ഇടയ്ക്കിടയ്ക്ക് ഈ അറിവിനെപ്പറ്റി അഭിമാനിക്കുന്ന ഒരാളാണ്. സാറിനോളം അറിവില്ലെങ്കിൽ ഞങ്ങൾക്ക് മലയാളം അറിയാം. ഞങ്ങൾ ബൈബിൾ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്, ധാരാളം വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഴയ നിയമത്തിലെ യഹോവ ആരാണെന്നും യേശു ക്രിസ്തു ആരാണെന്നും ഒക്കെ കൃത്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ 12ാം വയസ്സിലാണ് സ്നാനമേൽക്കുന്നത്. അന്ന് മുതൽ ബൈബിൾ വായിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങയോടൊരു ചോദ്യം, അങ്ങ് ഒരു കൺവേർട്ടഡ് മുസ്ലിമല്ലേ? തന്നെയല്ലേ ഇന്ത്യയിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാം കൺവെർട്ടഡാണ്, ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നവരാണ്. അപൂർവം ചിലർ പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അവരാരും പഴയ നിയമം പഠിക്കാതെയാണ് പുതിയ നിയമം പഠിച്ചതെന്ന് അങ്ങ് പറയുന്നത് എത്ര ഹോഷ്കാണ്. ഇനി താങ്കളൊരു കൺവേർട്ടഡ് മുസ്ലിമാണ്, താങ്കൾ അള്ളാഹുവിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടാണോ പോയത്? അല്ലെന്നാണല്ലോ എന്നോട് നേരിട്ട് പറഞ്ഞത്. ഖുർആൻ എനിക്കറിയില്ല, ബൈബിളിലാണ് എൻ്റെ സംശയം എന്നൊക്കെ പറഞ്ഞല്ലേ അങ്ങ് പോയത്. അങ്ങ് ഇതുവല്ലോ ഹദീസും എല്ലാം പഠിച്ചിട്ടുണ്ടോ? അങ്ങ് അടുത്ത കാലത്തല്ലേ ഈ പാൽക്കുടി ഹദീസും മുലകുടി ഏർപ്പാടും സ്പൂണും ഒക്കെ കൊടുത്ത് രക്ഷിച്ചത് അടുത്ത കാലത്തല്ലേ? വളരെ ഞങ്ങൾ നിർബന്ധിച്ച ശേഷമല്ലേ ഇതൊക്കെ ആയിട്ട് വന്നത്. അങ്ങേക്ക് ഖുർആൻ വല്ലതും അറിയാമായിരുന്നു? അല്ല, ഇപ്പോൾ പഠിച്ചോ, ഇപ്പോഴെങ്കിലും പഠിച്ചോ. താങ്കൾ പഠിക്കണമല്ലോ, ഈ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ പഠിക്കണ്ടേ? ഇപ്പോഴെങ്കിലും പഠിച്ചോ. ഈ മഹോന്നതൻ്റെ തരികിടകൾ ഇത്ര നാളായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുകയായിരുന്നു. നിങ്ങളെപ്പോലല്ല ഞങ്ങൾ. തരികിട കണ്ടാൽ തരികിട തന്നെ എന്ന് പറയും. ലോകത്തൊരാൾ ഇത്രയും തരികിട കണ്ടിട്ടില്ല. എന്നിട്ട് ആയത്തിറക്കി ഇറക്കി സ്വന്തം കോപ്രായങ്ങളെ സാധൂകരിക്കാൻ ഒരു സർവശക്തനെന്ന് പേരിട്ട് ഒരു ഗോത്രദേവനെ ഉയർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇങ്ങനെ സുഖിമാനായിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു കാട്ടറബി. അതിപ്പരമൊന്നും ഞങ്ങൾ യാതൊരു വിധത്തിലും ഇത്തരം ആളുകളെ ബഹുമാനിക്കില്ല. അങ്ങനെ ബഹുമാനിക്കുന്ന പാപമാണ്. മനസ്സിലായില്ലേ? ക്രൈസ്തവ വീക്ഷണം അനുസരിച്ച് അധർമ്മിയെ കണ്ടാൽ അവരോട് ഇത്തരത്തിൽ സഖ്യം ചേരുന്നത് പാപമാണ്, തെറ്റാണ്. അവരുടെ തെറ്റുകളെ നമ്മൾ തിരിച്ചറിയണം. ഈ കൂടി ഇദ്ദേഹം പറയുന്നത് അനിൽക്കുടത്തോട് ബൈബിൾ തള്ളേണ്ടി ഇവരൊരു പദമാണ്, രസകരമായ പരിപാടിയുണ്ട് ഇവർക്ക്. നമ്മൾ ബൈബിളിൽ ഒരു ഇൻസിഡൻ്റ് എടുക്കും, ആ ഇൻസിഡൻറ്റിനെ ശരിയായൊരു ആപ്ലിക്കേഷനിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ബൈബിൾ തള്ളിയല്ലേ? കൊള്ളാം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഉത്തരം വന്നില്ല, ഉത്തരം. അതിപ്പോൾ അല്പം കുറച്ചിട്ടുണ്ട്. ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല. ഇതൊരു പാട്ടാക്കണം, നല്ല കേട്ടോ, നല്ലൊരു പാട്ടിനുള്ള വകുപ്പുണ്ട്. ആ ഉത്തരം വന്നില്ലയ്ക്ക് ശേഷമുള്ള അടുത്ത എപ്പിസോഡിലെ പ്രധാന സാധനമാണ് പഴയ നിയമം തള്ളി പൗലോസിന് തെറ്റി, പത്രോസിന് തെറ്റി, യോഹന്നാന് തെറ്റി. സാറേ, സകല മനുഷ്യർക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. സകല മനുഷ്യർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റുപറ്റാത്തവനായി ഞങ്ങൾ കണ്ട ഒരേ ഒരാളെ ലോകത്തിലുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ജീവിതത്തിൽ, ചിന്തയിൽ, നടപ്പിൽ, പ്രവൃത്തിയിൽ, പഠിപ്പിക്കലിൽ, നിലപാടിൽ, കാഴ്ചപ്പാടിൽ ഒരു ഊനവുമില്ലാത്ത, ഒരവാകതയുമില്ലാത്ത ഒരേ ഒരുവൻ്റെ പേരാണ് യേശുക്രിസ്തു. ധൈര്യമുണ്ടോ മുഹമ്മദിനെ പറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പ് നിൽക്കാൻ? ഒറ്റയ്ക്ക് വീഡിയോ ഇറക്കും, ഒരു സ്റ്റേജ് വന്ന് പറഞ്ഞു വയ്ക്കുക, ഒരു സ്റ്റേജിൽ വന്നേ ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ കരഞ്ഞുകൊണ്ട് പോകും. കൂട്ടക്കരച്ചിൽ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കൂട്ടക്കരച്ചിലുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ തലവെട്ടിയും കൈവെട്ടിയല്ലേ, മഹോന്നതനെ പൊളിച്ചടിക്കാൻ കൊണ്ടിടും. ഒത്തിരി ഉണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഈ തൊലിക്കട്ടി കൂടുതലായിട്ട് മുഹമ്മദ് ഈസയ്ക്ക്, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമൊന്നുമില്ല. നാറുന്നതും മണക്കുന്നതും അറിയാൻ യാതൊരു വഴിയും നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, അബ്രഹാമിനെ തള്ളൂ, ഇസഹാക്കിനെ തള്ളൂ, യാക്കോബിനെ തള്ളൂ, എന്തിനാ ഞാനിവരെയൊക്കെ തള്ളുന്നത്? അവരെ ഉൾക്കൊള്ളൂ. ചിലരേ ഉൾക്കൊള്ളൂ, ചിലത് ഉൾക്കൊള്ളൂല. മനസ്സിലായോ? അവരിൽ നന്മ ഉൾക്കൊള്ളും, തിന്മ ഇങ്ങോട്ട് എടുക്കുകയില്ല. വ്യക്തമായില്ലാന്ന് തോന്നുന്നു. നന്മ അവരിലുണ്ടോ എടുക്കും, ബഹുഭാരിത്വം അവരിലുണ്ടോ അതെടുക്കണമെന്ന് ഞങ്ങൾക്ക് പ്രമാണമില്ല. തന്നെയല്ല, ഇവരുടെയൊക്കെ ജീവിതചര്യകൾ, അവരുടെയൊക്കെ ജീവിത രീതികൾ, ആ രീതികളെ മാതൃകയാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രമാണവുമില്ല. ഇനി ബഹുഭാരിത്വം അവിടെയുണ്ട്, കോങ്കുവൈൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും ദൈവം പറഞ്ഞിട്ട് ചെയ്തതല്ല. ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഒരു സ്ത്രീയെ കൂടെ ഭാര്യയായിട്ടെടുക്കുക, ഇതാ പിടിച്ചോ, നിന്നെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ഞാൻ ആയത്ത് തരും, ആയത്ത് കൊണ്ട് ഇങ്ങനെ നീ ഭാര്യ എടുത്ത് കാണിച്ചാൽ മതി, ഈ പെർമിറ്റ് വെച്ച് നീ വാഹനം തെറ്റിച്ച് വണ്ടി ഓടിച്ചോളാമെന്നും ബൈബിൾ ദൈവം പറഞ്ഞു. നിങ്ങൾ പറ സുഹൃത്തെ, മനുഷ്യൻ ചെയ്ത തെറ്റിനെ തെറ്റെന്ന് കാണുകയും തെറ്റിനെ ക്ഷമിക്കുകയും ഏറ്റുപറഞ്ഞാൽ അവനെ സഹകരിപ്പിച്ച് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ദൈവനീതിയേ ബൈബിളിലുള്ളൂ. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു സംഭവമാണ് ഈ ലോത്ത്. ഇതൊന്നും ഇവരെ തലയിൽ കയറത്തില്ല. വേറൊരു കാര്യം, ലൂത്ത് നബി എന്നൊരാളുണ്ടല്ലോ, ലൂത്ത് നബി.
വലഞ്ഞുപോയ നീതിമാനെന്ന് ബൈബിൾ പേരിട്ട് ഒരാളെ പിടിച്ച് നബിയാക്കി, അവരുടെ കുഴപ്പമില്ല. ഇത് മുഹമ്മദിൻ്റെ മൂത്താപ്പയാണ്. അതുകൊണ്ട് ഞാൻ എവിടെയും തെളിയിക്കാം, മുഹമ്മദിൻ്റെ മൂത്താപ്പ ഇസ്മയിലൊന്നുമല്ല, അത് സാക്ഷാൽ ലൂത്ത് തന്നെയാണ്. ലൂത്ത് നബിക്ക് മക്കളിൽ അമോന്യർ എന്നു പേരുള്ള ഒരു സമൂഹം ഉണ്ടാകാം. ഈ അമോനൈറ്റ്സിൻ്റെ പിന്മുറക്കാരാണ് ഹാഷിമികൾ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? കഴിയുമെങ്കിൽ ഈ മുഹമ്മദിൻ്റെ തലമുറ ഇസ്മയിലിൻ്റെ വംശാവലിപ്പെട്ട ആളാണെന്ന് മുഹമ്മദീസക്കെങ്കിലും തെളിയിക്കാമോ? ആധികാരിക കിതാബുമായിട്ട് വാ, ഞാൻ തെളിയിച്ചു തരാം, ചരിത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൂത്താപ്പയുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനി മൂത്താപ്പയുടെ തുടങ്ങി വെച്ച പരിപാടിയാണ് ഇവരും തുടരുന്നത്. ഇനി വലിയൊരു തമാശ കേട്ടു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവർക്ക് പെങ്ങളെ കെട്ടാമെന്ന്, ഭൂമിയിലെ പെങ്ങളെ സ്വർഗത്തിൽ കെട്ടാമെന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ച് കേട്ടായിരുന്നു അടുത്ത ദിവസം. അതിനൊക്കെ പോയി മറുപടി പറ ഈസ. അപ്പോൾ ഇനിയുണ്ട് രസകരമായ കാര്യം. ഈ അമ്മാവിയമ്മയെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ അമ്മാവിയമ്മയെ വിവാഹം കഴിക്കാൻ ഇബ്നു അബ്ബാസ് എഴുതുന്നുണ്ട്. എന്തിനാണെന്നറിയണ്ടേ? കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ അൽ അഹ്സാബ് അതിൻ്റെ 3350 അതിനെ ആസ്പദമാക്കിയുള്ള തഫ്സീറുകളിൽ പഠനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അമ്മാവിയമ്മയെ വിവാഹം കഴിക്കാം, മൊഴിയല്ലോ, മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ കേട്ടാം. ഇങ്ങനെയൊക്കെയുള്ള പ്രമാണമുണ്ട്. ഇതൊക്കെ പ്രമാണമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണെങ്കിൽ ബൈബിളിൽ നിങ്ങൾ ബഹുഭാര്യത്വം അനുഷ്ഠിക്കാൻ പ്രമാണം തന്നില്ല ദൈവം. നിങ്ങൾ വെപ്പാട്ടിമാരെ വെക്കാൻ പ്രമാണം തന്നില്ല ദൈവം. നിങ്ങൾ ഇത്തരത്തിൽ അടിമ സ്ത്രീകളുമായിട്ട് സെക്സ് ചെയ്തില്ലെങ്കിൽ അവരെ മകളോട് സെക്സ് ചെയ്യാം എന്ന് പ്രമാണം തന്നില്ല. നിങ്ങൾക്ക് പ്രമാണമുണ്ട്, അവിടെയാ വിഷയം. മനുഷ്യർ തെറ്റ് ചെയ്തത് നിങ്ങളെടുത്തിട്ട് പ്രമാണമാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ തള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിടിയിട്ടോ? കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലായല്ലോ. നിയമം മൂലം നിങ്ങളിത് ചെയ്യുന്നു. നിയമമില്ലാത്ത തെറ്റുകൾ അക്കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്തത് ദൈവം ക്ഷമിച്ചു ഉൾക്കൊണ്ടു. എന്നിട്ട് ശ്രേഷ്ഠകരമായൊരു പുതിയ നിയമത്തിലൂടെ മനുഷ്യരാശി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിന് മാതൃകാ സമ്പന്നരായ ആളുകളെ നമ്മുടെ മുമ്പിൽ വെക്കുകയും അത്തരം പഠനങ്ങളിലൂടെ 2 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മഹത്തരമായ ഒരു ചിന്തയുടെ പേരാണ് സുവിശേഷം, അല്ലെങ്കിൽ യേശുക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമായ പുതിയ നിയമം. അത് കയ്യിലുള്ള ഞങ്ങളുടെ അരിയിലേക്ക് വന്നിട്ട് ഗോത്രദേവനും കാട്ടറവി കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ മുഴുവൻ നന്മയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അത് അബ്രഹാമൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ലൈസൻസ് ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് വാ. അബ്രഹാമിലൂടെ ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്ന്, മനുഷ്യരാശിക്കൊന്നും ലൈസൻസ് ഇല്ല. അതിൻ്റെ പരാജയങ്ങൾ കണ്ട് പഠിക്കണം നമ്മൾ. അത് മുഴുവൻ പരാജയമായിരുന്നു. ഹാഗാറിൻ്റെ സംഭവം എടുത്താലും അവരൊക്കെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട്. ബഹുഭാര്യത്വം അനുഷ്ഠിച്ച ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രതിസന്ധികൾ നേരിടും. മുഹമ്മദിന് നേരിട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയല്ലോ അവർ തമ്മിൽ തുല്യത പാലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തുല്യതയാണ് മുഹമ്മദ് പാലിച്ചേ? എന്നും പ്രശ്നമല്ലേ? അത് തീർക്കാൻ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹ് വരികയല്ലേ? അപ്പോൾ നിങ്ങളീ പറയുന്നതല്ലേ കാപഡ്യം എൻ്റെ സാറേ? നമുക്ക് അല്പം കൂടെ ഒരു വിശകലനം നടത്തണം. ഇവിടെ ഇനിയും വേറൊരു കാര്യം, ഈ മാര്യത്തിനെ സ്വന്തമാക്കിയിട്ട് അബ്സയുടെ വിരിപ്പിൽ വെച്ച് സ്വന്തമാക്കുന്ന കാര്യം മുഹമ്മദ് ഇസ നൈസായിട്ടാണ് പറയുന്നത്. അവരവിടെ ഒരുമിച്ച് ജീവിച്ചെന്ന് ഒരുമിച്ച് ജീവിച്ചു. അപ്പോൾ അവരവിടെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അല്ലാതെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടൊന്ന് കയറി പറയുന്നില്ല. പറയാത്ത എന്നാന്ന് വെച്ചാൽ ഒന്ന് നൈസാക്കി വിടാം, അല്ലെങ്കിൽ ഈ വൃത്തിയുടെ പുള്ളി ഇങ്ങനെ നൈസാക്കി വിടും. അതായത് അവൻ മുതിർന്ന കുട്ടിയല്ലേ, ഞാൻ എങ്ങനെ മുലയൂട്ടും എന്ന് ചോദിക്കുന്ന ഇടത്ത് സ്പൂൺ കൊടുത്ത് രക്ഷിച്ച ആളാണ് മുഹമ്മദ് ഈസ. ഞങ്ങൾ പൊളിച്ചു, കൃത്യം പൊളിച്ചിട്ടുണ്ട്. പിന്നെ മിണ്ടാട്ടമില്ല. ഇനി അടുത്തൊരു കാര്യം, ഇതേപോലെ ഇപ്പം ഈ കാണിച്ച കോപ്രായത്തിന്, അതായത് ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയെ അല്ലെങ്കിൽ അടിമയെ ദാസിയെ സ്വന്തമാക്കിയ ഏർപ്പാട് കണ്ടിട്ട് ഇങ്ങനെ അബ്രഹാം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ചെയ്തോന്ന് എനിക്കറിയില്ല. അബ്രഹാമും ദാസിയെ പ്രാപിച്ചിട്ടുണ്ട്. ഹാഗാറിലൊക്കെ കുട്ടികളുണ്ട്, കെത്തൂറയിൽ കുട്ടികളുണ്ട്. ഇതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അബ്രഹാമിനെ തള്ളുവോ മുഹമ്മദിനെ തള്ളുവോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ കുറ്റമല്ലേ ചെയ്തേ? തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എവിടാന്ന് ചോദിച്ചാൽ അവരിലെ തിന്മയെ തള്ളിയിട്ട് നന്മയെ സ്വീകരിച്ചുള്ളൂ, കുഴപ്പമില്ല. അന്നത്തെ സിസ്റ്റം അതല്ലേ. അതുകൊണ്ട് അങ്ങനെ ജനങ്ങൾ ജീവിച്ചു വന്ന വ്യവസ്ഥ അതാണ്. ദൈവത്തിൻ്റെ പ്രമാണമേ അതല്ല. ദൈവം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകനും അങ്ങനെ ആലോചന കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകനും പറയാത്ത കാര്യം മനുഷ്യൻ ചെയ്തെങ്കിൽ മനുഷ്യൻ്റെ കുറ്റമാണ്. അതിനെ സംസ്കരിച്ച് നമുക്ക് അനിവാര്യമായ ജീവിത മാതൃക അവരിലുണ്ടെങ്കിൽ അതെടുക്കാം. അതാണ് കാര്യം. നാളെ പോസ്റ്റിട്ടു ഇത് തള്ളിക്കളഞ്ഞു, ഉത്തരം വന്നില്ല, തള്ളിക്കളഞ്ഞു. ഇനി അടുത്തൊരു കാര്യം,
മുഹമ്മദ് ഈസ തന്നെ പറ, അവരെന്തായിരുന്നു അവിടെ, ആ വിരിപ്പിൽ എന്തായിരുന്നു പ്രോഗ്രാം, നമുക്ക് കേട്ടുകളയാം. അവരവിടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഓ ഓ ഓ ഓ ഒരുമിച്ച് ജീവിച്ചു, അവരവിടെ ജീവിച്ചു. മദനി സാഹിബെ അങ്ങ് സൗമ്യനായിട്ടൊന്ന് പറഞ്ഞു, അവരെന്ത് ചെയ്യാം? അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. നമുക്കിനി മറ്റേ ഉസ്താദിൽ നിന്നും കേൾക്കാം, അവരവിടെ എന്തെടുക്കുക? പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ ജയിക്കുമ്പം മഹാനായ അള്ളാഹു പെട്ടെന്ന് ആയത്ത് റെഡിയാക്കുകയാണ്. കാരണം അള്ളാഹുവിന് ചില കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും കുഴപ്പം, ആകെ പ്രശ്നമാണ്. സമയത്തിന് എന്ത് ചെയ്ത് ആയത്ത് കൊടുക്കുക, ഇതൊരു വലിയ ശല്യമാണ്. കാരണം എന്താ പറയുക, സഫ്വാനും ആയിഷയും കൂടെ ഒരുമിച്ച് വരുന്ന വഴിക്ക് ഇവർ തമ്മിൽ കുഴപ്പക്കാരൊന്നും അല്ല എന്ന് പറയാൻ ഒരായത്ത് മതിയായിരുന്നു. മുഹമ്മദിന് ജാരശങ്ക, അലിക്ക് ആകപ്പാടെ പ്രശ്നം, ആകെ വിഷയം. അബൂബക്കർ കരയുന്നു, ഈ ആയിഷയ്ക്ക് പനി പിടിക്കുന്നു. എത്ര ദിവസം ഇടുന്നറിയോ ആയത്ത് വരാൻ. സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയിരുന്നു, DTP എടുക്കാൻ പറ്റിയില്ല. മലക്ക് ഇത്രയുണ്ട്, ഇഷ്ടംപോലെ മലക്ക. കക്കൂസിൻ്റെ തന്നെ അവർ മുറ്റത്ത് വരെ മലക്ക, കക്കൂസിനകത്ത് കയറും പാട്ട് പാടിപ്പോയാൽ. ഇത്രയും മലക്കിന് സ്വന്തമുള്ള കക്ഷിക്ക് സമയത്തിനൊരു ആയത്തിറക്കാൻ പറ്റുമോ? എത്ര മലക്ക് നിൽക്കുന്നു. നീ ജിന്നുകളെ വിട്ട് കൊട്ടാരം പണിയിപ്പിക്കുന്ന പാർട്ടിയെ നിസാരമല്ല, പക്ഷിയെ വിട്ട് ആനയെറിഞ്ഞ് ഓടിക്കുന്ന അല്ല. ചന്ദ്രനെ 2 പപ്പടം പോലാക്കിയിട്ട് സാഫാ മാർവൻ മലയുടെ മണ്ടയിൽ ഒട്ടിച്ചു വെച്ചിട്ട് ആരും അറിയാതെ തിരിച്ച് സൂപ്പർ ഗ്ലൂവിന് വെറ്റിയുന്ന ആളാണ്. നിസാര പുള്ളിയൊന്നുമല്ല, പക്ഷേ സമയത്തിന് ആയത്ത് കൊടുത്തില്ല. നോക്കണേ, കക്കൂസിൽ ഇൻചാർജുള്ള മലക്ക്, രാവിലെ വരെ പുരുഷന് സെക്സ് ചെയ്യാൻ ഭാര്യ അവരെ ശരീരം കൊടുത്തില്ലേ നിന്ന് മുടിയാനെ കൊണ്ടെന്ന് പ്രാകുന്ന മലക്ക്, ഇനി സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ബീജം തരൂ എന്ന് കരയുന്ന മലക്ക്. എന്തെല്ലാം മലക്കുകളാണ്. പക്ഷേ ഈ മലക്കുകളെല്ലാം അതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പണിയില്ലാതെ നടക്കുക. കാരണം സമയത്തിന് ആയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സുന്നി ഷിയ എന്നും പറഞ്ഞ 2 ഗ്രൂപ്പ് ഉണ്ടാവുമായിരുന്നില്ല. അതിൻ്റെ തുടക്കം അവിടുന്ന്. ഇങ്ങനെയുള്ള കക്ഷിയാണ് ഈ മാരിയത്തിൻ്റെ വീട്ടിൽ വെച്ച്, ഹബ്സയുടെ വീട്ടിൽ വെച്ച് മാരിയത്തുമായി ശയിക്കുമ്പോൾ പുള്ളി തീരുമാനിച്ചു, ഹബ്സ കണ്ടുപിടിച്ചു, ആയിഷയോട് പറയരുത്, പറഞ്ഞു പോയ ഗതികേട് വരും. ആയിഷ തകർത്തുകളെയും വാക്കുകൾ കൊണ്ട് അപ്പോൾ പേടിയാണ്. അപ്പോൾ സത്യം ചെയ്യിച്ചു. പുള്ളിക്കാരൻ അള്ളാഹുവാണ് ഒരു സത്യവും കൊടുത്തു. അപ്പോൾ അള്ളാഹുവാണ് ഞാൻ ഇനി മാരിയത്തിനെ പ്രാപിക്കുകയില്ല. അപ്പോൾ ഇത് മുഹമ്മദിന് തെറ്റ് പറ്റിയില്ലേ? കാരണം അള്ളാഹു പ്രാപിച്ചോളാൻ പറയുന്നു. ഞാൻ ഹാരിസ് മദനിയോട് ചോദിച്ചവരിക്കും, അപ്പോൾ മുഹമ്മദിന് തെറ്റ് പറ്റിയില്ലേ? അത് തെറ്റായിപ്പോയില്ലേ? കാരണം അള്ളാഹുവാണ് ഞാൻ ഇനി പ്രാപിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുക ആണെന്ന് നീ എടുത്തോളാൻ പറയുമ്പോൾ ആ ആണ തെറ്റിപ്പോയില്ലേ? അപ്പോൾ നിങ്ങളത് സമ്മതിച്ചാലോ നിങ്ങൾ മുഹമ്മദിനെ തള്ളിയെന്ന് ഞങ്ങൾ പറയും. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ മുഹമ്മദിനെ തള്ളാൻ പറ്റുമോ? നിങ്ങൾക്ക് മുഹമ്മദ് കൂടെയുള്ള എന്നും ഒരാശ്വാസമാണ്. അത് ചില ഗുണങ്ങൾ ചിലർക്കുണ്ടാവും. പുരുഷന്മാർക്കാവും, സ്ത്രീയുടെ കാര്യമൊക്കെ കട്ടപ്പോയാൽ. അപ്പോൾ താൽക്കാലിക വിവാഹം, അടിമ സ്ത്രീ ഭോഗം, ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ. അതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ഈ താങ്ങി ഇത്രയും വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭീകര ഉസ്താദ് പറയുന്നത് ലോകം ആദരിക്കുന്നതിന് മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഉസ്താദെ, ഇതല്ലെന്ന് വന്ന ആണുങ്ങളെപ്പോലെ നിന്ന് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക, ആക്കം വന്ന് നിന്ന് സംസാരിക്കുക, തലവെട്ടുകയല്ല ചെയ്യണ്ടേ. നിങ്ങൾ കാര്യം പറ, ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാതെ, പാവം നിങ്ങളുടെ അനുഗാമികളെ കളിപ്പിക്കാതെ, കൂടെ വരുന്നവനെ കളിപ്പിക്കാതെ. ശരി, അപ്പോൾ ഒരു കാര്യങ്ങളുമൊക്കെ ഇത്രയും പറഞ്ഞു. ഞാനേ ഈ തഹരീമിലെ സംഭവം മാത്രം ഉദ്ദേശിച്ചല്ല ഈ വിമർശനം നടത്തിയത്. ആ എൻ്റെ ക്ലിപ്പിൽ മുഹമ്മദ് ഇസാനെ ഇട്ടിരിക്കുന്ന ക്ലിപ്പാണ് മുമ്പേ കാണിച്ചത്. അതിൽ ഞാനിതെടുത്ത് പറയുന്നുണ്ട്. അത് കേട്ട ഭാവം മുഹമ്മദ് ഇസാൻ നടിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. ഇതൊക്കെ ഖുറാനിലുള്ളതാണ്. അടിമ സ്ത്രീയുമായിട്ടുള്ള ബന്ധം. അൽമു അമിനൂൻ, അത് വായിക്കാനൊക്കെ വലിയ പാടാണ്. അൽമു അമിനൂൻ, ഞാൻ അങ്ങനെ അങ്ങ് വായിക്കുന്നു. അപ്പോൾ അൽമു അമിനൂൻ കൂടെ അൽ തക്കിയ എന്നൊക്കെ ചേർക്കേണ്ടതാണ്. എല്ലാ ചാപ്റ്ററിനെയും കൂടെ അൽ തക്കിയ എന്നും കൂടെ ചേർക്കണം. മഹാകള്ളമാണ് ഇത് പലതും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ 23-ാമത്തെ സൂറ 6-ാമത്തെ ആയത്ത് വായിച്ച് കേൾപ്പിക്കും.
5 മുതൽ വായിക്കണം. അവർ തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരത്രേ എന്ന് വെച്ചാൽ അൺവാണ്ടഡായ സെക്സിന് പോകില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മുഹമ്മദ് ഈസ പറഞ്ഞാൽ മതി, ഞാനിതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴിയെ അവർ ആക്ഷേപാർഹരല്ല. അപ്പോൾ ഇവിടെ ഭാര്യ നല്ല കിടക്കുന്നത് തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീ. അപ്പോൾ ഇതേ ഭാര്യയുടെ പേരിട്ടു അടിമ ഭാര്യ. അങ്ങനെ നമ്മുടെ പാൽക്കുടി സൂണിന് ശേഷം മുലകുടി ഖദ്ദീസിനെ പാൽക്കുടി ഖദ്ദീസായി പരാവർത്തനം ചെയ്തു. ഇതാ പുതിയൊരു സാധനം കൂടെ വരുന്നു, അടിമ ഭാര്യ. ഈ ചങ്ങാതി നല്ല വെളിവോടൊക്കെ ജീവിച്ചു പോയൊരു ചെറുപ്പക്കാരനല്ലേ, നല്ല കുടുംബത്തിൽ പിറന്നൊരു സഹോദരനല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രൂപത്തിലൊക്കെ പോയിട്ട് ഒരു ഗോത്രദേവൻ്റെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രപഞ്ചനാഥനായിട്ട് ഉയർത്തിക്കാട്ടിയിട്ട് ഒരു മനുഷ്യൻ കാണിക്കാവുന്ന തരികിടകളും വൃത്തിഹീനതകളും ഒക്കെ കാണിച്ച് മനുഷ്യരാശി ഇങ്ങനെ വലച്ച്, എന്നിട്ട് ഇതെല്ലാം കാട്ടിയിട്ട് പറയണം നന്നായിരിക്കുന്നു, ബലേ ഫേഷ്, താങ്കൾ വലിയ പുള്ളിയാണ്, താങ്കൾ മഹാരഥനാണ്, താങ്കൾ ശ്രേഷ്ഠനാണ്, ഇടയ്ക്കിടെ അങ്ങേർക്ക് സമാധാനം ഉണ്ടാകട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ കൊത്തി കൊത്തി മുറത്തി കയറി ഞങ്ങൾക്ക് നേരെ ഇത്തരം ആശയം ഉന്നയിച്ച് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ, നല്ല ചുട്ട മറുപടി ഏത് മദനിയാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിരിക്കും. തല വെട്ടിക്കോ, ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. തല ഉള്ള കാലത്തോളം ഞങ്ങളിത് പറഞ്ഞിരിക്കും. അല്ലാതെ മുഹമ്മദ് ഈസയുടെ വിരട്ട് കണ്ടെന്നു നിങ്ങളുടെ ഈ പരിപാടി കണ്ടെന്നു ഞങ്ങൾ നിർത്താൻ പദ്ധതി ഇട്ടിട്ടില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് മുഹമ്മദ് ഈസ ലാസ്റ്റ് പറഞ്ഞ ഈ വീഡിയോയിൽ യാതൊരുവിധ വസ്തുതകളുമില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കൃത്യമായി മുഹമ്മദ് നടത്തിയ തിന്മകളെ ആസ്പദമാക്കിക്കൊണ്ട് മുഹമ്മദ് നടത്തിയ ധാർമ്മിക വിരുദ്ധമായ ജീവിതത്തിൻ്റെ ആ പേഴ്സ്പെക്റ്റീവിലൂടെ കണ്ടാൽ മുകേഷും അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി പേര് പറയുന്ന നിവിൻ പോളിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആകട്ടെ, ഇവരെല്ലാം സാധുക്കളല്ലേ. മുഹമ്മദ് ഈസ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അബ്രഹാം ചെന്നിട്ട് അബീമലേക്കിൻ്റെ അരിയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടിയും ഭാര്യമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിനെന്താ കുഴപ്പം? ഏത് പാപിയെയും ദൈവത്തിന് അനുഗ്രഹിച്ചുകൂടെ? മുകേഷിനെ ദൈവം അനുഗ്രഹിക്കത്തില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവരെയും അവർക്ക് മനം തിരുത്തി വരാം, അവർക്കും നല്ല മനുഷ്യരാകാം. ശിക്ഷ അതിനാണ് കൊടുക്കുന്നത്. അതിനാണ് വലിയ ശിക്ഷകളൊക്കെ കിട്ടുന്ന ആളുകളെ ജയിലിലേക്ക് ഇടുമ്പം ഈ തെറ്റുകളൊക്കെ തിരുത്തി വരാൻ പറ്റിയൊരു സമയമായിട്ട് നിങ്ങളിതിനെ കണ്ട് തിരുത്തണം എന്ന് പറഞ്ഞാണ് ജയിൽ സൂപ്രണ്ട് അകത്തോട്ട് വിടുന്നത്. തിരുത്തി വരട്ടെ. ആ തിരുത്തി വരുന്നവരെ അനുഗ്രഹിക്കണം. ഇനി അബീമലേക്കിന് 4 ഭാര്യമാരോ കുറേ സ്ത്രീകളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഏത് മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരെ ദൈവത്തിന് അനുഗ്രഹിക്കാം. അതിൻ്റെ അർത്ഥം ദൈവം ഒരാളെ അനുഗ്രഹിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ പാപത്തെ അക്സെപ്റ്റ് ചെയ്തു എന്നല്ല. പാവിയായ യൂദയെയും ദൈവത്തിന് അനുഗ്രഹിക്കാം. അതിൻ്റെ അർത്ഥം അവൻ്റെ തെറ്റിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നല്ല. ആ തെറ്റ് നമ്മൾ ചെയ്യണമെന്നുമല്ല. അവൻ്റെ തെറ്റ് പിന്നീട് വരുന്ന മനുഷ്യർ ഏറ്റെടുക്കണമെന്നുമല്ല. മനസ്സിലായി കാണും. ഈസയ്ക്ക് മനസ്സിലാകും കാര്യങ്ങൾ. അല്ലാതെ ഇവരുടെ യേശുവിനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ്. ഒരാൾ ഞാൻ പറയാത്ത കുറേ കാര്യം ഇടയ്ക്ക് ഇദ്ദേഹം 2-3 വീഡിയോ ഇട്ടുന്ന പൗലോസിനെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അത് നിമിത്തം അനുകൂലത്തോടത്തിന് വിഷമം. എനിക്കൊരു വിഷമമില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല വിവേകം. എൻ്റെ സമൂഹത്തിനും ആ വിവേകമൊന്നുമില്ല. അവർക്കും അറിയാം നിങ്ങളുടെ തരികിടകൾ, നിങ്ങളുടെ ഊടായ്പകൾ അറിയാം. ഈസ, നിങ്ങൾ മഹോന്നതൻ, മുത്ത്, തക്കുടു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളില്ലേ? ഈ അൽത്തക്കുടു കാണിച്ച വൃത്തിഹീനതകൾ, അദ്ദേഹം കാണിച്ച അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പണികൾ ഈ ഹദീസിലെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? അബീമലേക്കിൻ്റെ അടുത്തോ അബ്രഹാമിൻ്റെ അടുത്തോ? ഇനി ഇവരെയൊക്കെ എടുത്താലും മുഹമ്മദോളം വരില്ല. ഏത് കാര്യത്തിൽ? തിന്മയുടെ കാര്യത്തിൽ, അധർമ്മത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ മുഴുവൻ ഇത്തരം ദാവാക്കാരെയും വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. മുഹമ്മദോളം അതപ്പതിച്ച ഒരു മനുഷ്യന്, ധാർമ്മിക ജീവിതം ഇല്ലാത്ത ഒരു മനുഷ്യന് നിലവിൽ നമ്മുടെ മുമ്പിലുള്ള ഹദീസുകളുടെയും ഖുറാൻ്റെയും അതിൻ്റെ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും അതപ്പതിച്ച ഒരാളെ നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് ഈസയെക്കുറിച്ച് മുഹമ്മദ് ഈസ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ കാരണം പറഞ്ഞല്ല, നിങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും മുഹമ്മദ് ഈസ സാക്ഷാൽ മുഹമ്മദിനേക്കാൾ 1000 ഇരട്ടി മാന്യനും ശ്രേഷ്ഠനും ഒക്കെയാണ്. 1000 ഇരട്ടി. മനസ്സിലായില്ലേ?
മുഹമ്മദ് സാക്ഷാൽ മുഹമ്മദ് തലകുത്തി തപസിരുന്നാൽ നിങ്ങളെപ്പോലെങ്കിലും മാന്യനാവാൻ കഴിയില്ല. ഇതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട അലിയാർ കാസിമി, നിങ്ങൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളെ ഹദീസ് വായിച്ച് കേൾപ്പിക്കും. അത് ഈ മുകേഷും ഒക്കെ അറിഞ്ഞാൽ അവരും വായിച്ച് കേൾപ്പിട്ട് ചോദിച്ചാൽ മിണ്ടാൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഈ പണിയും കൊണ്ട് മേലിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മറുപടി പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ തൽക്കാലം പറയാം. അപ്പോൾ ബൈ.